Dear students, ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോവാലൻ ക്രിസ്റ്റൽസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം കോവാലൻ ബോൺഡ്സിന് ഇറ്റ് ഈസ് എ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ടു കാർബൺ ആറ്റംസ് ആസ് ഇൻ ദ കേസ് ഓഫ് ഡയമണ്ട് എക്സെട്ര. വിത്ത് റെസ്പെക്ട് ടു ദ സെപ്പറേറ്റ് ന്യൂട്രൽ ആറ്റംസ് it is comparable with the bond strength in ionic crystals. That is, the bond between two carbon atoms in diamond with respect to separated neutral atoms is comparable with the bond strength of ionic crystals. Because due to the sharing of the electrons, this type of covalent bonds are formed, and which is particularly the study of organic chemistry. And the electrons formed in the bond tend to be partly ionized, localized in the region between the two atoms joined by the bond, and spins are anti-parallel each other. ഇവിടെ ഈ കേസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോൺസ് ഷെയർ നടക്കുകയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ബോണ്ട് ആറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള റീജിയനില്ല, അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ ഒരു ലോക്കലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. എന്താ ഇലക്ട്രോൺസിന് ആ രണ്ട് ഇലക്ട്രോൺസിനും സ്പിൻസ് ആൻറ്റി പാരലലായിരിക്കും. കാർബൺ അതുപോലെ സിലിക്കൺ ആൻഡ് ജെർമനി ഹാവ് ദ ഡയമണ്ട് സ്ട്രക്ചർ വിത്ത് ആറ്റംസ് ജോയിൻ ടു ഫോം 4 നിയറസ്റ്റ് നൈബേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ അതിൻ്റെ ക്ലോസ് പാക്കിംഗ് ഒക്കെ കുറവാണെങ്കിലും 0.34 ആണ് അത്, അല്ലെങ്കിൽ 34% ആണ്. 0.34% അല്ല, 34% ആണ്. 0.34 ആണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ആണെങ്കിൽ പോലും അതിൽ ബൈൻഡിങ് സ്ട്രോങ് ആണ്. ദ ബൈൻഡിങ് ഓഫ് എ മോളിക്കുലർ ഹൈഡ്രജൻ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. The strongest binding occurs when the spins of the two electrons are anti-parallel. അപ്പോൾ ഇവിടെ രണ്ട് ഇലക്ട്രോൺസിൻ്റെ സ്പിൻസ് നമ്മൾ പറഞ്ഞു they will be anti-parallel, so that the strongest binding will occur. The binding depends on the spin orientation due to the Pauli's principle, which modifies the distribution of charges. ഇവിടെ നമ്മൾ സ്പിൻസിൻ്റെ ഇടയ്ക്കുള്ള മാഗ്നറ്റിക് ഡൈപോൾ ഫോഴ്സസിനേക്കാളും പോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഒബേയൻസ് കൊണ്ട് ആണ് ഇവിടെ എന്ത് വരുന്നത്, മോഡിഫിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജിൻ്റെ മോഡിഫിക്കേഷൻ നടക്കുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. അക്കോർഡിംഗ് ടു ദ സ്പിൻ ഓറിയൻറ്റേഷൻ ദ സ്പിൻ ഡിപ്പെൻഡൻറ്റ് കൂളം എനർജി ഈസ് കോൾഡ് എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻ. ഇതിൽ ഈ സ്പിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുളം എനർജിക്ക് നമ്മൾ പറയുന്നത് എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് പാരലൽ സ്പിൻ ആണെങ്കിൽ എനർജി ഹൈ ആണ്. ഇവിടെ ഒരു ആക്സസിൽ എനർജി ഇലക്ട്രോൺ വോൾട്ട്സിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോൺ R/13.6 ഇലക്ട്രോൺ RH യൂണിറ്റ്സിലാണ് റെപ്രസെൻ്റ് ചെയ്തത്. ദാറ്റ് ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്സിൻ്റെ ഓർഡറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസുമാണ്. ഇൻ്റർമോളിക്കുലർ സെപ്പറേഷൻസ് ബോർ യൂണിറ്റ്സിൽ എക്സ്പ്രസ് ചെയ്ത ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് പാരലൽ ആണെങ്കിൽ ഹൈ എനർജിയാണ്. ക്ലാസിക്കൽ കാൽക്കുലേഷൻ ഓഫ് വിത്ത് ഫ്രീ ആറ്റം ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗ്രാഫ് കിട്ടും. തേർഡ് ഗ്രാഫിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ എനർജി വളരെ ലീസ്റ്റാണ്. ദാറ്റ് ഈസ് ആൻറ്റി സ്പിൻ ആണെങ്കിൽ ദിസ് എനർജി ഈസ് വെരി ലെസ്, നെഗറ്റീവ് എനർജി വാല്യൂസ് വരുന്നുണ്ട്. സോ ദ ബോണ്ടിങ് വിൽ ബി സ്ട്രോങ്. സോ ദെൻ the Pauli's principle gives a strong repulsive interaction between atoms with a filled shells. ഫിൽഡ് ഷെൽസിൽ എപ്പോഴും അവിടെ ഒരു സ്ട്രോങ് റിപ്പൽസീവ് ഫോഴ്സാണ് കാണാനുള്ളത് പോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട്. അത് നമുക്ക് എക്സാമ്പിൾ നോക്കാൻ പറ്റും. ഒരു ഇഫ് ദ ഷെൽസ് ആർ നോട്ട് ഫിൽഡ്, ഇലക്ട്രോൺസ് ഓവർലാപ്പ് ക്യാൻ ബി അക്കോമഡേറ്റഡ് വിതൗട്ട് എക്സൈറ്റേഷൻ ടു ഇലക്ട്രോൺസ് ടു ഹൈ എനർജി. എന്താ അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഇലക്ട്രോൺസ് ഷെല്ല് ഫില്ല് ആയിട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺ ഓവർലാപ്പിന് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഓവർലാപ്പ് ക്യാൻ ബി അക്കോമഡേറ്റഡ് വിത്തൗട്ട് എനി എക്സൈറ്റേഷൻ ടു ഇലക്ട്രോൺസ് ടു ഹൈ എനർജി. അപ്പോൾ ഹൈ എനർജിയിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കാതെ തന്നെ നമുക്ക് ഫിൽഡ് അല്ലാത്ത ഷെൽസ് ആണെങ്കിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നോ എനർജി ഈസ് നീഡഡ് ടു എക്സൈറ്റ് ദ ഇലക്ട്രോൺസ് ആൻഡ് ദ ബോണ്ട്സ് വിൽ ബി സ്ട്രോങ്ങർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ ക്ലോറിനിലെ ബോണ്ട് ലെങ്ത് 2 ആങ്സ്ട്രോം എന്ന് പറയുന്നത്. ക്ലോറിനിലെ ബോണ്ട് ലെങ്ത് 2 ആങ്സ്ട്രോം. ആർഗൺ ക്ലോറിൻ മോളിക്യൂളാണ്. ആർഗൺ നമുക്കറിയാം ഇനേർട്ടാണ്. സോ ഇറ്റ്സ് ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസ് ഈസ് 3.76 ആങ്സ്ട്രോം. ആർഗണിൽ അതിൽ പെയർഡാണ് അല്ലെങ്കിൽ ഫിൽഡ് ഇലക്ട്രോൺ ഷെൽ ആയതുകൊണ്ട് അവിടെ ബോണ്ട് ലെങ്ത് ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസ് 3.76 ആങ്സ്ട്രോം വരും.
ഇവിടെ 2 ക്ലോറിൻ തമ്മിലുള്ള ആറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ട് ലെങ്ത് 2 ആങ്സ്ട്രോമേ വരുന്നുള്ളൂ. അതുപോലെ അതിൻ്റെ കൊഹീസീവ് എനർജി നോക്കുകയാണെങ്കിൽ 1.4 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം ആണ് ആ ക്ലോറിൻ്റെ കേസിലെങ്കിൽ അത് ഓൺലി 0.08 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം ഇൻ ദ കേസ് ഓഫ് ആർഗൺ. അതായത് ക്ലോറിൻ ആറ്റത്തിന് 5 ഇലക്ട്രോൺസ് ഇൻ ദ 3p ഷെൽ ഉണ്ട്. ആർഗൺ ആറ്റം ഹാസ് 6 ഫില്ല് ഇൻ ദ ഷെൽ. റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ഈസ് സ്ട്രോങ്ങർ ഇൻ ദ കേസ് ഓഫ് ആർഗൺ ദാൻ ഇൻ ക്ലോറിൻ. അതാണ് നമുക്ക് ഇവിടുത്തെ ഈ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഫിൽഡ് ഷെൽസിൽ അതിൻ്റെ സ്ട്രോങ് റിപ്പൽസീവ് ഇൻട്രാക്ഷനും കൂടെ വരുന്നുണ്ടാവും. ആ പാർട്ട് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ഫിൽഡ് അല്ലാത്ത ഷെൽസ് ആണെങ്കിൽ ഈ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ്റെ കോൺട്രിബ്യൂഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാൻ പറ്റും കൊഹീസീവ് എനർജി കുറവാണ് ആ കേസിൽ. മറ്റേ കേസിലാണെങ്കിൽ കൊഹീസീവ് എനർജി ഫസ്റ്റ് കേസിൽ കൂടുതലും, സെക്കൻഡ് കേസിൽ എന്തായിരിക്കും, കുറവായിരിക്കും. കൊഹീസീവ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ടു സെപ്പറേറ്റ് ദ ആറ്റംസ് ആണ് പറയുന്നത്. കാർബൺ, സിലിക്കൺ ആൻഡ് ജെർമേനിയം ക്യാൻ ഹാവ് an attractive interaction associated with a charge overlap. അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞു അത് കോവാലന്റ് ബോണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ എന്തെന്ന് വെച്ചാൽ ചാർജ് ഓവർലാപ്പ് നടക്കുന്നതുകൊണ്ട് ഒരു അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1s2 2s2 2p2 ആണ്. To form a tetrahedral system of covalent bonds, the carbon must be promoted to 1s2 2s 2p3 and this requires 4 electron volt, an amount more than regained when the bonds are formed. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിന് 4 ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണം. എന്തിന്? ഈ കാർബണിന് 1s2 2s2 2p2 കോൺഫിഗറേഷൻ 1s2 2s 2p3 കോൺഫിഗറേഷനിലേക്ക് വരാം. സോ ദ ബോണ്ട് വിൽ ബി സ്ട്രോങ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ കോവാലന്റ് ബോണ്ട്സ് വരുന്നതിൽ അതിൽ ഫ്രാക്ഷണൽ അയണിക് കറക്റ്ററാണ് സെക്കൻഡ് വൺ കാണിച്ചിരിക്കുന്നത്. സിലിക്കണിൽ അത് 0.0 ഫ്രാക്ഷണൽ വാല്യൂ ആണ്. 0.00 ആണെങ്കിൽ സിലിക്കൺ കാർബൈഡ്, ജെർമേനിയം, സിങ്ക് ഓക്സൈഡ്, ലിഥിയം ഫ്ലൂറൈഡ് എക്സെട്ര. അവിടെ ഓരോ കേസിലും നിങ്ങൾക്ക് അതിൻ്റെ ഫ്രാക്ഷണൽ അയണിക് കറക്റ്റർ കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റാലിക് ബോണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ കോവാലന്റ് ബോണ്ടിൽ കണ്ടത്, അവിടെ കോവാലന്റ് ബോണ്ടിൽ സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് വരണമെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ സ്പിൻസ് ആൻറ്റി പാരലൽ ആയിരിക്കണം. ആൻഡ് ദർ വിൽ ബി സം റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഇലക്ട്രോൺ ചാർജ് ഓർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ബിറ്റ്വീൻ ദ ഷെയറിങ് ഇലക്ട്രോൺസ്. ഇവിടെ ഫിൽഡ് ഇലക്ട്രോൺസ് ഷെല്ലാണെങ്കിൽ ഒരു സ്ട്രോങ് റിപ്പൽസീവ് ഫോഴ്സിനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഫിൽഡ് അല്ലാത്തൊരു ഷെല്ലാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഓവർലാപ്പ് കൊണ്ട് ഇലക്ട്രോൺ ഓവർലാപ്പിന് അല്ലെങ്കിൽ ഹൈ എനർജിയിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കൊഹീസീവ് എനർജി ആ കേസിൽ കൂടുതലും, മറ്റു സെക്കൻഡ് കേസിൽ എന്തായിരിക്കും, കൊഹീസീവ് എനർജി കുറവായിരിക്കും. അപ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം ഈ ടൈപ്പ് സബ്സ്റ്റൻസിൽ കാണുന്ന ഒരു ബോണ്ടാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതിവിടെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ഓപ്പോസിറ്റ് സ്പിൻ ആണെങ്കിൽ ദിസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ will be modified according to Pauli's principle and there will be the system will attain a most stable state. Then come to the metallic bonding case. In the case of metals, we can see these conduction electrons are available to move about the metals. That is a property of a metal. More electrons are there in the conduction cell. Then in some metals, the interaction of the ion core with the conduction electron makes a large contribution to the binding energy. Different types of metals ഉണ്ട്. അതിൽ ചില കേസിൽ ഈ അയോൺ കോറും അതുപോലെ ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺസും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് ഉണ്ട്. അതിൽ ചില കേസിൽ മാത്രമാണ് ഈ ഒരു ഇൻട്രാക്ഷൻ. ചില കേസിൽ ഡസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ അയോൺസ് ആൻഡ് ദ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. അപ്പോൾ അത് ഈ ബൈൻഡിങ് എനർജിനെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. And the characteristic feature of the metallic bonding is the lowering of the energy of valence electrons in the metal as compared with the free electrons. അതിൽ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എനർജി ഭയങ്കര ലോവർ ആയിരിക്കും. ഇതിൽ മെറ്റാലിക് ബോണ്ടിൻ്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് ഭയങ്കര ലോവസ്റ്റ് എനർജി, they will be in the most stable state and free electrons will be in the completely free എന്ന് പറയാൻ പറ്റും. The binding energy of an alkali, ഇപ്പം 3 types of metals ആണ് നമുക്ക് വരുന്നത്. ആൽക്കലി ആവാം, ആൽക്കലി ഹാലൈഡ്സ് ആവാം, അതുപോലെ ദെൻ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് ആവാം.
ഇപ്പോൾ സപ്പോസ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ ദ ബൈൻഡിങ് എനർജി ഓഫ് എൻ ആൽക്കലി മെറ്റൽ ക്രിസ്റ്റൽ ഈസ് കൺസിഡറബിളി ലെസ് ദാൻ ദാറ്റ് ഓഫ് എൻ ആൽക്കലി ഹാലൈഡ് ക്രിസ്റ്റൽ. ദാറ്റ് ഈസ് ബോണ്ട് ഫോംഡ് ബൈ എ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഈസ് നോട്ട് വെരി സ്ട്രോങ്. ഇവിടെ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അത് ആൽക്കലി ഹാലൈഡിനേക്കാളും ബൈൻഡിങ് എനർജി കുറവാണ്. ഇതിൻ്റെ കേസ് ഈ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ ആൽക്കലി ഹാലൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ദ ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസസ് ആർ റിലേറ്റീവ്ലി ലാർജ് ഇൻ ദ ആൽക്കലി മെറ്റൽസ്. അപ്പോൾ അതെന്തായിരിക്കും, ബൈൻഡിങ് എനർജി കുറവായതുകൊണ്ട് ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസും ആൽക്കലി മെറ്റൽസിൽ കൂടുതലായിരിക്കും. ബിക്കോസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഈസ് ലോവർ അറ്റ് ദ ലാർജ് ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസസ്. അപ്പോൾ ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസിൽ കൈനറ്റിക് എനർജി കണ്ടക്ഷൻ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയും കുറവായിരിക്കും. ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ അതിൻ്റെ ബൈൻഡിങ് എനർജി നോക്കിക്കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി നമ്മൾ പറഞ്ഞു ആൽക്കലി ഹാലൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ബൈൻഡിങ് എനർജി കുറവാന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ഫ്രം ദാറ്റ് മെറ്റൽ. അതുകൊണ്ട് തന്നെ ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ലോവർ ആണ് അറ്റ് ലാർജ് ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസ് ലീഡ് ടു വീക്ക് ബൈൻഡിങ് എന്ന് പറയാൻ പറ്റും. ദെൻ മെറ്റൽസ് ക്രിസ്റ്റലൈസസ് ഇൻ ക്ലോസ്ഡ് പാക്ക്ഡ് സ്ട്രക്ചർ. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിയറസ്റ്റ് നൈബേഴ്സ് 12, അതായത് ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ ആയിരിക്കും ഈ മെറ്റൽസ്. HCP, FCC, BCC പോലുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഈ മെറ്റൽസ് അറ്റൈൻ ചെയ്യുന്നുണ്ടാവുക. ഇനി ട്രാൻസിഷൻ മെറ്റൽസ് ആണെങ്കിൽ ഇൻ ട്രാൻസിഷൻ മെറ്റൽ ദർ ഈസ് എൻ അഡീഷണൽ ബൈൻഡിങ് ഫ്രം ഇന്നർ ഇലക്ട്രോൺ ഷെൽ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഇന്നർ ഇലക്ട്രോണും ഈ അതുപോലെ ഇന്നർ കോറും അതുപോലെ വാലൻസ് ഇലക്ട്രോണും തമ്മിൽ ഒരു അഡീഷണൽ ബൈൻഡിങ് ഉണ്ടായിരിക്കും ഇതിൻ്റെ കേസിൽ, ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ. ദോ ദേ ഹാവ് ലാർജ് ഡി ഇലക്ട്രോൺ ഷെൽസ് ആൻഡ് ഹാവ് ഹൈ ബൈൻഡിങ് എനർജി. അവിടെ ഡി ഷെല്ല് നമുക്കറിയാം ഷെൽസിൻ്റെ എണ്ണമൊക്കെ കൂടുതലാവുമെങ്കിലും ദർ വിൽ ബി എ സ്ട്രോങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ഇലക്ട്രോൺ ആൻഡ് ദ ഫ്രീ അയോൺ കോർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു ഹൈ ബൈൻഡിങ് എനർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട്സ് ആണ്. ഹൈഡ്രജൻ ബോണ്ട്സ് നിങ്ങൾക്കറിയാം അണ്ടർ സർട്ടൺ കണ്ടീഷൻസ് an atom of hydrogen is attracted by rather strong forces to atoms forming a hydrogen bond between them with a bond energy of 0.1 electron volt. ഇപ്പോൾ ഹൈഡ്രജനായിട്ട് ആറ്റത്തിന് ഒരു ഇൻട്രാക്ഷൻ വരുമ്പം ചില പെർട്ടിക്കുലർ കേസിൽ മാത്രമേ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ സ്ട്രോങ് ബൈൻഡിങ് എനർജിയാണ് 0.1 ഇലക്ട്രോൺ വോൾട്ട് എനർജി വരും. ഇറ്റ് ഈസ് അയോണിക് ഇൻ നേച്ചറാണ്, ഫോംഡ് ഓൺലി ബിറ്റ്വീൻ ദ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റംസ്. അപ്പം ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അങ്ങനെയൊക്കെ നടക്കാനുള്ള ചാൻസുള്ള ഒരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇൻ ദ എക്സ്ട്രീം അയോണിക് ഫോം ഓഫ് ദി ഹൈഡ്രജൻ ബോണ്ട് ദ ഹൈഡ്രജൻ ആറ്റം ലോസസ് ഇറ്റ്സ് ഇലക്ട്രോൺ ടു അനദർ ആറ്റം ഇൻ ദ മോളിക്യൂൾ. ഇപ്പോൾ H2O ചില കേസിലെന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി അതർ ആറ്റം ഈ ഹൈഡ്രജൻ ആറ്റം മോസ്റ്റ് എക്സ്ട്രീം അയോണിക് നേച്ചർ കാണിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ഇലക്ട്രോൺസ് ഈ കൂടെ വരുന്ന ആറ്റത്തിന് കൊടുക്കും. അല്ലാത്ത കേസിലൊക്കെ അവിടെ നമുക്ക് പറയാൻ പറ്റും അതൊരു ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പം ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആറ്റംസ് വിത്ത് വിച്ച് ദാറ്റ് ബോണ്ട് ഹാസ് ബീൻ മെയ്ഡ്. The atoms adjacent to the proton are so close that more than 2 of them would get in each other's way. That is, the hydrogen bond connects only 2 atoms. ഹൈഡ്രജൻ ബോണ്ട്സ് 2 ആറ്റത്തിന് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിന് സ്പെഷ്യൽ നമുക്ക് ബയോളജിക്കലായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനിലാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞത്. Important part of the interaction between H2O, that is striking physical properties of water, ice in certain ferroelectric crystals and in DNA are due to this type of hydrogen bonds. So these are the major types of bonds which are found in crystals, and we have discussed first one the bonds in inert gas crystals, where we have discussed van der Waals interaction and the cohesive repulsive interaction and the total cohesive energy of that system. Then in the second case we have discussed the case of ionic crystals, where we have seen that the main contribution is from ionic crystals are stable
So the main there is also a repulsive force, but overcoming this repulsive force, there is the electrostatic or Maitland energy that makes the ionic crystal a stable one. Then comes the case of we have seen the case of covalent crystals where the sharing of electron takes place according to the Pauli's principle. If they are of the opposite spin, the bonding will be very strong. And next, the case of metallic bonding, and in metals, sometimes there will be the free electrons, the conduction electrons will be completely free. In that case, the binding energy will be there, but compared to the transition metal case, in transition metal there is a high interaction between the central ion core and the free electron, so there is a chance of high binding energy in that shells. Then lastly comes these hydrogen bonds, where in certain cases, if the pairing electron along with the hydrogen has a high electronegative atom, then there is a chance of forming one bond with that atom from the hydrogen, and that is termed as the hydrogen bond, and which is the characteristic property of a hydrogen bond. Shows the has a separate physical property which shows the special properties of ice, then H2O, DNA, etc. Okay, so ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.